സുഹൃത്തുക്കളെ, ലെസ് മിസറബിൾ എന്ന ഒരു നാടകത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഉണ്ണിമാഷും കൂട്ടരും അവതരിപ്പിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. റെഡിയാണ്? ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾ എന്ന് പറയുന്ന ഒരു നോവൽ. ആ നോവലിൻ്റെ ചെറിയൊരു ഭാഗം, ഒരു ചെറിയൊരു കുറ്റം ചെയ്തു, ഒരു ബ്രെഡിൻ്റെ ചെറിയൊരു കഷ്ണം മോഷ്ടിച്ചതിന് ഒരുപാട് വർഷം തടവിൽ കിടക്കേണ്ടി വന്ന ഒരു കുറ്റമാണ്. ജയിൽ മോചിതനായി സമൂഹത്തിൽ വരുമ്പോൾ അയാൾക്ക് എല്ലായിടത്തും വെറുപ്പും വിദ്വേഷവും ആട്ടി ഓടിക്കലും ഇതെല്ലാമാണ് അദ്ദേഹം സഹിക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ എല്ലാവരും വാതിലടയ്ക്കുന്നു. പക്ഷെ ഒരു വാതിൽ മാത്രം തുറന്നു കിടന്നു. ഞെട്ടിത്തിരിഞ്ഞു, ആരായിരുന്നു? ഒരു ബിഷപ്പായിരുന്നു. അപ്പം ഞങ്ങൾ അത് അവതരിപ്പിക്കുകയാണ്. വളരെ ടച്ചിങ് ആയ ഒരു സീൻ മാത്രമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനം തീർച്ചയായിട്ടും വേണം. താങ്ക് യു. ഇവിടെ ഡ്രീം വർക്കിനായി അഭിനയിക്കുന്നത് ഞാൻ തന്നെയാണ്, ഉണ്ണിമാഷ്. പിന്നെ ബിഷപ്പായിട്ട് അഭിനയിക്കുന്നത് സയ്യിദ് മുഹമ്മദാണ് ബിഷപ്പായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ പോലീസുകാരായിട്ട് കൃഷ്ണൻകുട്ടിയാണ്. ഇത്രയും പേരാണുള്ളത്. താങ്ക് യു. തുടങ്ങിയാണ്. എനിക്ക് ഭക്ഷണം വേണം. തീർച്ചയായിട്ടും ഭക്ഷണം തന്നിരിക്കും. ഭക്ഷണം കഴിച്ചോളൂ, ഇരിക്കൂ, ഞാൻ ഭക്ഷണം തരും. ഭക്ഷണം തരും. തീർച്ചയായിട്ടും തന്നിരിക്കും. വിശപ്പ് തീർക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം ഇപ്പം തരാം. ക്ഷീണം തീർക്കാൻ ഇടമുണ്ട്. ഇടം സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം. ഞാൻ വെട്ടുപിടിച്ച് തരാം. ഉറങ്ങിക്കോ. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഞാൻ ഏകനാണ്. ഞാൻ ഇന്ന് വരെ കാണാത്തൊരു മനുഷ്യൻ. ഇത് ശരിയാണ്. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരാളെ. താങ്കൾ പറയുന്നത് വിശ്വസിക്കാമോ? മായയെന്ന് തോന്നുന്നതെല്ലാം മായയായിരിക്കില്ല. യാഥാർത്ഥ്യങ്ങളുടെ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുറക്കണം. സത്യമായിട്ടും ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. കിടന്നോളൂ. ഞാനും അല്പം ഉറങ്ങട്ടെ.
എത്ര നല്ല മനുഷ്യൻ. ഞാൻ നല്ലൊരു സിൽവർ ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ട് ഇവിടെ. ഇത് മോഷ്ടിച്ചാൽ അയ്യോ, ചെയ്യാൻ പാടില്ല. ഇത്രയും സ്നേഹം കാണിച്ച മനുഷ്യന്റെ വീട്ടിൽ നിന്നും ഞാനിത് മോഷ്ടിക്കരുത്. അല്ല, അയാൾ എന്തോ ചെയ്യുന്നത്. നമുക്കിത് മോഷ്ടിച്ചു പോയാൽ എനിക്ക് ഇനിയും കുറെ മാസങ്ങളോളം ചെലവിനുള്ള പൈസ ആയില്ലേ. മോഷ്ടിച്ചാൽ നീ എന്താ പറയുന്നു? ചെയ്യരുത്. ഏറ്റവും പാവമല്ലേ അത് ചെയ്യുന്നത്. ഞാൻ പറയും, ഞാൻ മോഷ്ടിക്കില്ല. എന്തായാലും വരുന്ന പോലെ ഞാൻ മോഷ്ടിക്കാൻ പോകും. സിൽവർ കാൻഡിൽസ് മോഷിച്ചു. ഞങ്ങൾ ഇവരെ കൈയോടെ ഇദ്ദേഹം കാൻഡിൽ മോഷ്ടിച്ചതല്ല, ഞാൻ ഉള്ളുകൊണ്ട് കൊടുത്ത. അദ്ദേഹം കള്ളനല്ല, അദ്ദേഹത്തിന് കളവ് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊടുത്തു. ശരി പകോ. ശരി സാർ. അയ്യോ, അത് മാത്രം ചെയ്യരുത്. മനുഷ്യന്റെ കാര്യത്തിൽ വീഴുകയോ. ഞാൻ ആദ്യമായാണ് ഇങ്ങനെയൊരു മനുഷ്യനെ കാണുന്നത്. ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല. ഇവിടെ ഇത്രയും നല്ല മനുഷ്യരുണ്ട്, ഇനി ഞാൻ മോഷ്ടിക്കില്ല. ഇത് സത്യമാണ്, സത്യം.